എന്താ മോളെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അച്ഛന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? മോളെ, ഇന്നിവിടെ രാഹുൽ വന്നിരുന്നു. രാഹുലോ? ഏത് രാഹുൽ? നമ്മുടെ രാഹുൽ തന്നെ, അല്പനേരം മുമ്പ്. എന്നിട്ട് എന്നെ കണ്ടില്ല. ഞാൻ ഗോപാലിനെ കൊണ്ടൊരു നുണ പറയിച്ച് അവനെ തൽക്കാലം ഒഴിവാക്കി. അവൻ പോയിട്ടുണ്ടെന്ന് അച്ഛന് ഉറപ്പാണോ? മിക്കവാറും പോയി കാണും. ഞാൻ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയെന്നാ ഗോപാലൻ അവനോട് പറഞ്ഞിരിക്കുന്നത്. അതവൻ വിശ്വസിച്ച ലക്ഷണമാണ്. എന്നാലും മോളും അമ്മയും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇന്ന് നിങ്ങൾ അമ്പലത്തിലൊന്നും പോകണ്ട. വാതിലടച്ച് വീട്ടിൽ തന്നെ ഇരുന്നോളൂ. കുറച്ച് കഴിയുമ്പോഴേക്കും ഞാനങ്ങോട്ട് വന്നേക്കാം. അവൻ ഇനിയും വരുമോ അച്ഛാ? വരില്ല എന്ന് വിശ്വസിക്കാം മോളെ, അല്ലാതെ എന്താ ചെയ്യാ. സമാധാനമായിരിക്കാൻ നീ അമ്മയോടും പറ. ഞാൻ വെക്കുവാണേ. എന്താടി? എന്താ അച്ഛൻ പറഞ്ഞേ? അമ്മേ, രാഹുൽ ഇന്ന് അച്ഛന്റെ ബാങ്കിൽ ചെന്നു. കുറച്ചു മുമ്പ്. എന്റെ ഈശ്വര! എന്നിട്ട് അച്ഛനും രാഹുലും നേരിട്ട് കണ്ടിട്ടില്ല. ഗോപാലേട്ടനെ കൊണ്ട് എന്തോ നുണ പറയിച്ച് അവന് പറഞ്ഞു വിട്ടുന്ന്. അവനങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോകുന്ന സ്വഭാവക്കാരനല്ല. നീറിന്റെ സ്വഭാവം അവന്. പക്ഷെ ഇത്തവണ അവൻ തിരിച്ചു പോയേക്കും. അച്ഛൻ തിരുവനന്തപുരത്തിന് ട്രാൻസ്ഫർ ആയെന്നാ ഗോപാലൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന. ഇനി അവൻ തിരുവനന്തപുരത്തൊക്കെ അന്വേഷിക്കത്തേ ഉള്ളൂ. അവൻ എന്താ മോളെ അങ്ങനെ? അവന് വലിയ മാറ്റമൊന്നുമില്ലമ്മേ, പഴയ സ്വഭാവം തന്നെ. എന്റെ ഈശ്വര! ആദ്യമുള്ള അവന്റെ സംസാരവും പ്രകൃതവും ഒക്കെ കണ്ടപ്പോ ഞാൻ കരുതി അവൻ ആകെ മാറിയെന്ന്. തെറ്റ് ചെയ്തു പോയി എന്നുള്ള ഏറ്റുപറച്ചിലും ക്ഷമ ചോദിക്കലും ഒക്കെ കണ്ടപ്പോ ഞാനങ്ങ് സന്തോഷിച്ചു. എല്ലാം അവന്റെ സൂത്രാമ്മേ. പക്ഷേ പണ്ടത്തേതിൽ നിന്ന് കുറച്ചൊക്കെ അവൻ മാറിയെന്ന് തോന്നുന്നു. ജയിലിൽ കിടന്ന് കുറച്ച് പദം വരാതിരിക്കൂ, അതിന്റെ ഈ ക്ഷമ പറച്ചിലൊക്കെ. അമ്മ വേഗം ചായ ഉണ്ടാക്കാൻ നോക്കി, ഇല്ലെങ്കിൽ പിന്നെ അതിനാവും. ആ, നീ വേഗം അച്ഛനെ വിളിച്ചു പറ ആളിവിടെ എത്തിയെന്ന്. മൊബൈൽ അപ്പുറത്തെ മുറിയില്ല, അമ്മ പോയിട്ട് എടുത്തിട്ട് വാ. നീ ചെന്ന് അതിങ്ങ് എടുത്തോണ്ട് പോരെ. ഞാനല്ല, എന്നെ കാണുമ്പോഴവന് ഇളക്കം കൂടുതൽ. ഉള്ള മനസമാധാനവും പോയി. പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. നേരെ ഇവിടെ തന്നെ വന്നു പെട്ടു. എന്തു തന്നെയായിരിക്കുള്ളൂ അവൻ. പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ട് അവന്. അവനെ അവിടെ എത്തിക്കണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. എന്തോ ഒരു അപകടം വരാതിരിക്കുന്ന പോലെ തോന്നുന്നു. അല്ല, ആഹാ, വന്നപ്പോ തന്നെ കിടന്നോ? ഞാൻ വെറുതെ കിടന്നേ ഉള്ളൂ. വന്നിട്ട് ഇത്രയും ദിവസം ആയെങ്കിലും നമ്മൾ ശരിക്കും ഒന്ന് കണ്ടില്ലല്ലോ. ഓരോരോ തിരക്കല്ലേ അമ്മാവ. ഞാൻ രാവിലെ തന്നെ പുറത്തു പോയില്ലേ. അതേന്നെ, ഇവിടെ എല്ലാവരും രാവിലെ ഓരോ വഴിക്കങ്ങ് പോവും. എന്തിനു പറയുന്നു, എന്റെ മരുമകനെ ഞാനൊന്ന് കണ്ടിട്ട് തന്നെ എത്ര ദിവസങ്ങളായെന്നറിയോ. ഞാൻ എഴുന്നേക്കുന്നതിന് മുമ്പ് അവൻ അങ്ങ് പോവും. പിന്നെ വരുന്നത് എപ്പോഴാന്ന് ആർക്കറിയാം. പകല് മുഴുവൻ ഞാനിവിടെ ബോറടിച്ചിരിക്കുക ദേവാ. എങ്കിൽ പിന്നെ അമ്മാവനും രാവിലെ എണീച്ച് വിഷ്ണുവിന്റെ കൂടെ ഫാക്ടറിയിലേക്ക് പൊയ്ക്കൂടെ? അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയാലോ. അപ്പൊ അമ്മാവന്റെ ഈ ബോറടിയൊക്കെ മാറിക്കിട്ടും. പോകാമായിരുന്നു, പക്ഷേ ഞാൻ കണ്ണു തുറക്കുന്നതിന് മുമ്പേ അവൻ എങ്ങാണ്ടോട്ടൊക്കെ പൊക്കളയല്ലോ. എനിക്കാണെങ്കി 8 മണിയാവാതെ തല പൊങ്ങുകയല്ല. അതാ കുഴപ്പം. ഇവിടെ ഇങ്ങനെ ബോറടിച്ചു കഴിഞ്ഞാ നാട്ടിലെ കൃഷിയൊക്കെ അവതാളത്തിലാവല്ലേ അമ്മാവ? ഉള്ള സത്യം പറയാമല്ലോ, നാട്ടിലങ്ങനെ വലിയ കൃഷിയൊന്നും ഇല്ല മോനെ. വെള്ളപ്പൊക്കം വന്നപ്പോ ഉള്ളതും കൂടി അങ്ങ് പോയി. ഇനിയുള്ള കാലത്ത് ഈ ഭാഗത്തെങ്ങാനും ഞാനിന്നലെ വൈകിട്ട് വന്നത് ഇവിടെ. ഇതുവരെ ചേച്ചി ഒരക്ഷരം എന്നോട് മിണ്ടിയിട്ടില്ല. എന്താ, എന്നോട് അത്രയ്ക്ക് മുടക്കമായി പോയോ? എനിക്ക് പിണക്കൊന്നുമില്ല. പിണക്കമില്ലാത്തോണ്ടല്ലേ നീ മുറിയിൽ വന്നതും ഈ കട്ടിലിരിക്കുന്നതൊക്കെ.
ചേച്ചിക്ക് ഇവിടെ ജോലി കിട്ടിയ കാര്യം എന്നെ ഒന്നും അറിയിക്കാൻ തോന്നിയില്ലല്ലോ. നിങ്ങൾക്കൊക്കെ അത്ര അന്യനായി പോയി ഞാൻ. ജോലി കിട്ടിയിട്ട് അധികം നാളായിട്ടില്ല രാഹുലെ. പിന്നെ പുതിയൊരു നാട്ടിൽ എത്തിയതല്ലേ, ഇവിടെയുമായി പൊരുത്തപ്പെടാൻ കുറെ നാളെടുത്തു. അങ്ങനെ ഓരോരോ തിരക്കുകളിൽ പെട്ട് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. നിന്നെ അറിയിക്കാത്തത് മനഃപൂർവ്വമല്ല. അത് വെറുതെ. അറിയിക്കാനാണെങ്കിൽ ഒരു ഇല്ലന്റ് വാങ്ങി 2 വരി കത്ത് എഴുതിയിടാമായിരുന്നില്ലേ? ഒരു ജയിൽ പുള്ളിയുടെ അഡ്രസ്സ് അറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അയാളുടെ പേരും ജയിലിന്റെ പേരും മാത്രം മതി, അതവിടെ വന്നോളൂ. ആ, അതൊന്നും പറ്റിയില്ല. ചേച്ചിക്ക് പുതിയ നാട് വല്ലാണ്ടങ്ങ് പിടിച്ചു എന്ന് തോന്നുന്നല്ലോ. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ചേച്ചി ഇവിടെ എത്തിക്കഴിഞ്ഞ് പണ്ട് നാട്ടിലുണ്ടായിരുന്ന സുഹൃത്തുക്കളെയൊക്കെ പാടെ ഉപേക്ഷിച്ച മട്ട. നിങ്ങളൊക്കെ ഇപ്പൊ എവിടെയാണെന്നറിയാൻ ഞാൻ ചേച്ചിയുടെ പഴയ ചില സ്നേഹിതകളെ കണ്ടിരുന്നു. അവർക്കാർക്കും ചേച്ചിയെക്കുറിച്ച് ഒരു വിവരവുമില്ല എന്നാ പറഞ്ഞത്. ചേച്ചി പറയണ്ടെന്ന് പറഞ്ഞതാണോ അതോ ശരിക്കും അവർക്ക് അറിയാത്തോണ്ടാണോ? അതൊന്നും അറിയില്ല. ആരുമായും ഞാനിപ്പോ കോണ്ടാക്ട് ചെയ്യാറില്ല, സമയം കിട്ടാറില്ല. അതുകൊണ്ടാ. ടീച്ചറെ, ക്ലാസ് ഇന്ന് നമുക്ക് സോളാർ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാം. ടീച്ചർ അത് കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച. എന്തു പറ്റി ടീച്ചർ? ഒരു ചെറിയ തലവേദന. ഞാനിപ്പോ വരാം. ആരും ശബ്ദം ഉണ്ടാക്കരുത്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചു പഠിക്കാം. അപ്പോഴേക്കും ഞാൻ വരാം. ശരി ടീച്ചർ. ടീച്ചറിന് എന്ത് പറ്റി? ക്ലാസ്സും മതിയാക്കി നീ ഇങ്ങി പോന്നോ? നിന്റെ ക്ലാസ്സിലെ പിള്ളേരുടെ ബഹളം കേട്ടാ ഞാൻ നോക്കിയത്. പിള്ളേര് പറഞ്ഞു നിനക്ക് തലവേദന ആയതുകൊണ്ട് ടീച്ചർ പോയിന്ന്. നിനക്കെന്താ സുഖമില്ലേ? അല്ലി, നീ വല്ലതും കേൾക്കുന്നുണ്ടോ? എനിക്കൊന്നും ഇല്ലടി. സുഖമില്ലെങ്കിൽ നീ വീട്ടിൽ പോ, അല്ലാതെ ഇങ്ങനെ ഇരുന്നാലോ? ഒന്നുമില്ലെന്നേ. നിന്റെ പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലായി. ദേവൻ സാറിന്റെ അവസ്ഥ എന്താന്ന് അറിയാത്തോണ്ടുള്ള വിഷമല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ലാസ്റ്റ് പീരീഡ് നമുക്ക് 2 പേർക്കും ലെക്ചർ അല്ലേ. കൈമൾ മാഷിനോട് പറഞ്ഞ് നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങാം. നീ വിഷമിക്കാതിരിക്കെ. എന്റെ വിഷമം അത് മാത്രമല്ലടി. ഞാൻ കാരണമല്ലേ ദേവൻ സാറിന് ഇങ്ങനെയൊക്കെ വന്നത്. എന്നെ സഹായിക്കാൻ വന്നതുകൊണ്ടല്ലേ ആ വാവച്ചു മുതലാളിക്ക് സാറിനോട് ശത്രുത തോന്നിയത്. അതിനു മുമ്പ് അവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊന്നും മനഃപൂർവ്വം വന്നതല്ലല്ലോ. വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് കേട്ടിട്ടില്ലേ? ആ, നീ കുറച്ചു നേരം ഇവിടെ ഇരുന്നേ. ഞാൻ ക്ലാസ്സിലോട്ട് ചെല്ലട്ടെ. അല്ലെങ്കിൽ ആ പിള്ളേരെ ക്ലാസ് റൂം തലകീഴായി മറിക്കും. അത്ര കുരുത്തം കെട്ട സാധനങ്ങളാ. നത്തിങ് ടു വറി. പൊട്ടലൊന്നുമില്ല. അടി കിട്ടിയപ്പോ ഉണ്ടായ യൂഷ്വൽ ഇഞ്ചുറി, അത്രയുള്ളൂ. അടി കിട്ടിയതല്ല ഡോക്ടർ, ഞാൻ വീണതാ. ആ, അങ്ങനെയൊക്കെയാ കേസ് ഷീറ്റിൽ എഴുതിയിരിക്കുന്നേ. ദേവന് താല്പര്യമില്ലെങ്കിൽ പിന്നെന്തിനാ പോലീസ് കേസൊക്കെ? പക്ഷേ ഒരു ഡോക്ടറോടും വക്കീലിനോടും നുണ പറയരുതെന്നുള്ള ആപ്തവാക്യം മറക്കണ്ട. മുറിവ് കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവിച്ചതെന്ന്. അപ്പോ അടി കിട്ടിയതാണ് ഇതൊക്കെ? ആ, ഇനി നിങ്ങളായിട്ട് ഉറക്കെ പറഞ്ഞ് മറ്റുള്ളവരെ അറിയിക്കണ്ട. പേടിക്കാനൊന്നുമില്ല ദേവൻ. മുറിവ് നിസാരാ. എന്നാലും ഇന്നൂടെ ഇവിടെ കിടക്ക്. ഒരു ഒബ്സർവേഷൻ, അത്രയുള്ളൂ. വീട്ടിൽ പോയാലും ഡ്രസ് ചെയ്യാനും മറ്റും നാളെ ഇങ്ങോട്ട് വരണ്ടേ? അയ്യോ, ഞാൻ വീട്ടിൽ പോയിക്കണം ഡോക്ടർ. അങ്ങോട്ട് വിളിച്ചു നോക്കായിരുന്നില്ലേ? പല പ്രാവശ്യം വിളിച്ചതായിരുന്നു. അപ്പോഴൊക്കെ സ്വിച്ച് ഓഫാ. എന്തു പറ്റിയതാന്ന് ഒരു പിടിയുമില്ല. സാറിന് എന്തെങ്കിലും വിവരം?